നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ, അതായത് നവംബർ 13, 2025 നിഫ്റ്റി 50 പ്രീ മാർക്കറ്റ് ഡേറ്റ വെച്ചൊരു വിശകലനം നടത്തുകയാണ്. മാർക്കറ്റ് തുറക്കുന്നതിന് തൊട്ടു മുൻപ് എന്തൊക്കെയാണ് പ്രധാന കാര്യങ്ങൾ, എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ച് നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. അപ്പോൾ ആദ്യത്തെ സിഗ്നൽ വരുന്നത് സിംഗപ്പൂരിൽ നിന്നാണല്ലോ, GFT നിഫ്റ്റി. അത് തന്നെ, സിംഗപ്പൂർ എക്സ്ചേഞ്ചിലെ ഡെറിവേറ്റീവ്. ഏകദേശം ഒരു 80 പോയിന്റ് മുകളിലാണിപ്പോൾ, 25,955 അല്ലേ? അതെ, 25,955. മുമ്പ് ക്ലോസ് ചെയ്തത് 25,875. അപ്പോ ഒറ്റനോട്ടത്തിൽ ഇത് ഒരു പോസിറ്റീവ് തുടക്കത്തിനുള്ള സൂചനയാണോ? ഒരു സൂചന മാത്രം. അതായത് ഇതൊരു ഡയറക്ഷൻ തരുന്നു എന്നേയുള്ളൂ. യഥാർത്ഥത്തിൽ മാർക്കറ്റ് എങ്ങനെ തുറക്കുമെന്നത് ആഗോള വിപണികൾ, പിന്നെ ഈ FII DII ഫ്ലോസ് ഒക്കെ നോക്കണം. ശരി. നിങ്ങളുടെ ഡാറ്റ പറയുന്നത് പോലെ മൊത്തത്തിലൊരു കോഷ്യസ് ബുള്ളിഷ് സെന്റിമെന്റ് ആണ്. കോഷ്യസ് ബുള്ളിഷ്, ശ്രദ്ധയോടെയുള്ള ശുഭാപ്തി വിശ്വാസം. അതെ, അതായത് ചെറിയ ഒരു പ്രതീക്ഷയുണ്ട്, പക്ഷേ നല്ല ശ്രദ്ധ വേണം. ഈ ശ്രദ്ധ പ്രധാനമാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ലെവലുകൾ എന്നൊക്കെയാണ്? മാർക്കറ്റ് താഴേക്ക് വന്നാൽ എവിടെ സപ്പോർട്ട് എടുക്കാം? മുകളിലോട്ട് പോയാലോ? ഈ ഡേറ്റ പ്രകാരം താഴെ 25,780-നും 25,820-നും ഇടയിലൊരു സപ്പോർട്ട് സോൺ കാണുന്നുണ്ട്. 25,780, 25,820. ഓക്കെ. അവിടെ ഒരു പക്ഷേ ബയേഴ്സ് സജീവമായേക്കാം. ഇനി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ 25,980 മുതൽ 26,050 വരെ. അതൊരു റെസിസ്റ്റൻസ് സോൺ. അതെ, അവിടെ ചിലപ്പോൾ സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. ഈ ലെവലുകൾ ഓർത്തുവെക്കുന്നത് നല്ലതാണ്. തീർച്ചയായും. ട്രേഡിംഗ് പ്ലാൻ ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും. ശരി, അപ്പോൾ ആ ഒരു ഓവറോൾ ചിത്രം കിട്ടി. ഇനി നമുക്ക് ഓരോ സെക്ടറിലേക്കും വരാം. ആദ്യം തന്നെ ഫിനാൻഷ്യൽസ്, ബാങ്കുകൾ, NBFCകൾ. ഇവിടെ നല്ല പച്ച കത്തി നിൽക്കുകയാണല്ലോ ഡാറ്റയിൽ. HDFC ബാങ്ക്, ICICI, ആക്സിസ്. അതെ, ഫിനാൻഷ്യൽസ് ഇന്ന് ഒരുപക്ഷെ മാർക്കറ്റിനെ ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പ്രധാന ബാങ്കുകളുടെ ലോൺ ഗ്രോത്ത് നല്ലതാണ്. പിന്നെ Q3യുടെ പ്രാഥമിക കണക്കുകളും മോശമല്ല. HDFCയുടെ കാസയൊക്കെ ഇപ്പോഴും സ്ട്രോങ് ആണോ? അതെ, അത് അവരുടെ ഒരു പ്രധാന കരുത്താണ്. കുറഞ്ഞ ചെലവിൽ ഫണ്ട് കിട്ടുന്നത് ലാഭത്തിന് നല്ലതാണ്. ICICI ബാങ്കും കഴിഞ്ഞ ക്വാർട്ടറിലെ ആ ഒരു മൊമെന്റം തുടരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ബാങ്ക് സ്റ്റോക്കുകൾ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി നല്ല റാലിയിലായിരുന്നല്ലോ. അപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരില്ലേ? വരാം, അതൊരു വലിയ സാധ്യതയാണ്. നിഫ്റ്റി ബാങ്ക് 57,000 കടക്കുമോ എന്നൊക്കെ ചർച്ചയുണ്ടല്ലോ. ഈ പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഒരു തടസ്സമാവില്ലേ? ആവാം, അതൊരു നല്ല പോയിന്റാണ്. ആ 57,000 ലെവൽ ഒരു സൈക്കോളജിക്കൽ ലെവൽ കൂടിയാണ്. അത് ബ്രേക്ക് ചെയ്താൽ ഒരു പോസിറ്റീവ് സിഗ്നലാണ്. പക്ഷെ അങ്ങോട്ടുള്ള യാത്രയിൽ ഈ ലാഭമെടുപ്പ് ഒരു സ്പീഡ് ബ്രേക്കർ ആയേക്കാം. അതാണ് ആ കോഷ്യസ് അല്ലേ? അതെ, നമ്മൾ ആദ്യം പറഞ്ഞ ആ കോഷ്യസ് ബുള്ളിഷ് ഇവിടെയും കറക്റ്റാണ്. ചിലപ്പോ ഈയിടെ വില കുറഞ്ഞ ബജാജ് ഫൈനാൻസ് പോലെയുള്ള സ്റ്റോക്കുകളിലേക്ക് ആൾക്കാർ നോക്കിയെന്നും വരാം. ഓക്കെ, അപ്പോൾ ബാങ്കിംഗ് ശ്രദ്ധയോടെ കാണണം. ഇനി നേരെ IT-യിലേക്ക് പോകാം. നമ്മുടെ ടെക് ഭീമന്മാർ. അവിടെ അത്ര നല്ല വാർത്തയല്ലല്ലോ നിങ്ങളുടെ ഡേറ്റ തരുന്നത്. ഇൻഫോസിസ്, TCS, HCL ടെക് ഒക്കെ ഒരു ഡൾനെസ്. ശരിയാണ്. IT-യിൽ ഒരു തളർച്ചയുടെ സൂചനയുണ്ട്. പ്രധാനമായും ഗ്ലോബൽ ഡിമാൻഡ് തന്നെ കാരണം. US, യൂറോപ്പ്, അവിടെയൊക്കെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടല്ലോ. നമ്മുടെ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് അവിടുന്നാണല്ലോ. അതെ. പിന്നെ ഇന്നലെ രാത്രി ഗ്ലോബൽ ടെക് മാർക്കറ്റുകളും അത്ര സ്ട്രോങ് അല്ലായിരുന്നു. ഇതെല്ലാം നമ്മുടെ IT സ്റ്റോക്കുകളിൽ ഒരു പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. വിപ്രോയിലൊരു ഷോർട്ട് കവറിംഗ് സാധ്യത പറയുന്നുണ്ട്. അതെന്താണ് ഷോർട്ട് കവറിംഗ് എന്ന് വെച്ചാൽ? വില താഴുമെന്ന് കരുതി ഷോർട്ട് സെൽ ചെയ്തവർ വില കൂടാൻ തുടങ്ങുമ്പോൾ നഷ്ടം കുറയ്ക്കാൻ വേണ്ടി തിരിച്ചു വാങ്ങുന്നതാണ്. ഓഹോ. ചിലപ്പോഴതിനൊരു ചെറിയ കാരണമായേക്കാം. പക്ഷെ അതൊരു വലിയ മാറ്റം കൊണ്ടുവരുമോ? അടിസ്ഥാനപരമായ ഡിമാൻഡ് പ്രശ്നം മാറിയിട്ടില്ലെങ്കിൽ ഇല്ല. വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാൻ പ്രയാസമാണ്. അപ്പോൾ IT ഒരു പക്ഷേ സൈഡ് വേസ് അല്ലെങ്കിൽ ചെറിയൊരു താഴ്ച കാണിച്ചേക്കാമെന്ന്. ശരി, IT-യിൽ അധികം പ്രതീക്ഷ വേണ്ട. അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളിലേക്ക് വരാം. ഓട്ടോ, കൺസ്യൂമർ, ഇവിടെ നല്ല ഉഷാറാണല്ലോ റിപ്പോർട്ട്. മാരുതി, ഐഷർ മോട്ടോഴ്സ് ഒക്കെ ഫെസ്റ്റിവൽ സീസണിൽ തകർത്തു എന്ന് പറയുന്നു. അതെ, ഡൊമസ്റ്റിക് ഡിമാൻഡ് ഇപ്പോഴും സ്ട്രോങ് ആണ്. അത് നമ്മുടെ എക്കണോമിക്ക് ഒരു പോസിറ്റീവ് കാര്യമാണ്. ഏഷ്യൻ പെയിന്റ്സ്, ടൈറ്റൻ, ഇതിലൊക്കെ ആളുകൾ സ്റ്റഡിയായി വാങ്ങിക്കൂട്ടുന്നുവെന്നും കാണുന്നുണ്ട്. കൺസിസ്റ്റന്റ് അക്യുമുലേഷൻ. അതിനർത്ഥം
നിക്ഷേപകർക്ക് ഈ ഡൊമസ്റ്റിക് കൺസംഷൻ സ്റ്റോറിയിൽ നല്ല വിശ്വാസമുണ്ട് എന്നാണ്. ഇതൊരു ലോങ് ടേം കാഴ്ചപ്പാടാണോ? മിക്കവാറും അതെ. ഇത് വെറുമൊരു താൽക്കാലിക കാര്യമല്ല, ഒരു ട്രെൻഡായിട്ടാണ് പലരും കാണുന്നത്. ആ, FMCG ഇൻഡെക്സിന്റെ കാര്യം പറഞ്ഞല്ലോ. 53,000 ലെവൽ ശ്രദ്ധിക്കണമെന്ന്. എന്താണവിടെ? ആ 53,000 ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവലാണ്. ചാർട്ടിൽ നോക്കിയാൽ അതൊരു റെസിസ്റ്റൻസ് ലെവലാണ്. കുറേ നാളായിട്ട് അവിടെ തട്ടി നിൽക്കാണോ? ഒരു പരിധിവരെ അതെ. അപ്പോ ആ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്താൽ അതൊരു ബ്രേക്ക്ഔട്ട് സിഗ്നലാണ്. അപ്പോ കൂടുതൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം. സാധ്യതയുണ്ട്. ഈ സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് ഒരു ബൂസ്റ്റ് കൊടുത്തേക്കാം. ഒരുപക്ഷേ റൂറൽ എക്കണോമിയിലെ ഒരു തിരിച്ചുവരവിന്റെ സൂചന കൂടിയാവാം അത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഏഷ്യൻ പെയിന്റ്സ്, ടൈറ്റനൊക്കെ അതിനൊരു ബലം കിട്ടും. ഓഹോ, അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ഇനി അവസാനത്തെ ഗ്രൂപ്പ്, മെറ്റൽസ്, ഇൻഫ്ര, എനർജി. ഇവിടെ ഒരു മിക്സഡ് ബാഗ് ആണല്ലോ. അതെ. ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീലൊക്കെ ചൈന കാരണം ക്ഷീണത്തിലാണെന്ന് പറയുന്നു. പക്ഷേ L&T, ONGC, NTPC ഒക്കെ പിടിച്ചു നിൽക്കുന്നു. ഇവിടെയാണ് ഗ്ലോബൽ ഫാക്ടേഴ്സും ഡൊമസ്റ്റിക് ഫാക്ടേഴ്സും തമ്മിലുള്ള വ്യത്യാസം കാണുന്നത്. എങ്ങനെയെന്ന് വിശദീകരിക്കാമോ? മെറ്റൽ സ്റ്റോക്കുകൾക്ക് ചൈനയിലെ ഡിമാൻഡ് വളരെ പ്രധാനമാണ്. അവിടുത്തെ ഡാറ്റ മോശമായാൽ അതിവരെ നേരിട്ട് ബാധിക്കും. ശരിയാണ്. എന്നാൽ ഇൻഫ്ര, എനർജി സെക്ടറുകൾ കൂടുതലും നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളെ ആശ്രയിച്ചാണിരിക്കുന്നത്. L&Tക്ക് നല്ല ഓർഡർ ബുക്കുണ്ട്. ഗവൺമെന്റ് സ്പെൻഡിംഗ് ഒക്കെ സഹായിക്കുന്നുണ്ടാവും. തീർച്ചയായും ആ ഓർഡർ ബുക്കിലുള്ളൊരു ശുഭാപ്തി വിശ്വാസം സ്റ്റോക്കിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ONGC, NTPC ഒക്കെ സ്റ്റേബിൾ ഡൊമസ്റ്റിക് ഡിമാൻഡുള്ള കമ്പനികളാണ്. ക്രൂഡ് ഓയിൽ വിലയോ? $85 നിൽക്കുന്നത് ഒരു ന്യൂട്രൽ അല്ലേ? അതെ, തത്കാലം അതൊരു വലിയ നെഗറ്റീവോ പോസിറ്റീവോ അല്ല, ഒരു ന്യൂട്രൽ ഫാക്ടറാണ്. അപ്പോ ഈ L&T, ONGC, NTPC പോലുള്ള സ്റ്റോക്കുകൾ വിപണി വല്ലാതെ താഴോട്ട് പോവാതെ ഒരു സപ്പോർട്ട് കൊടുത്തേക്കാം അല്ലേ? സാധ്യതയുണ്ട്. മാർക്കറ്റ് വീക്കാവുമ്പോൾ ആളുകൾ കുറച്ചുകൂടി ഡിഫെൻസീവായിട്ടുള്ള സ്ട്രോങ് ഫണ്ടമെന്റൽസും ഡൊമസ്റ്റിക് ഫോക്കസുമുള്ള സ്റ്റോക്കുകളിലേക്ക് മാറാറുണ്ട്. അതൊരു കുഷനിങ് എഫക്റ്റ് കൊടുത്തേക്കാം. വളരെ ക്ലിയറായി. അപ്പോ ഈ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ശ്രദ്ധിക്കേണ്ട ചില സ്റ്റോക്കുകൾ ഈ റിപ്പോർട്ടിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. HDFC ബാങ്ക് പോസിറ്റീവ്, കാരണം സ്ട്രോങ് ഫ്ലോ, നല്ല കാസ്. ശരി. ICICI ബാങ്ക് അതും പോസിറ്റീവ്, Q2 മൊമെന്റം തുടരുന്നു. അതെ. TCS നെഗറ്റീവ്, എക്സ്പോർട്ട് കൺസേൺസ്. മാരുതി പോസിറ്റീവ്, ഡൊമസ്റ്റിക് ഡിമാൻഡ്. കറക്റ്റ്. ടാറ്റ സ്റ്റീൽ നെഗറ്റീവ്, ചൈന കമോഡിറ്റി പ്രൈസ്. അതെ. ഏഷ്യൻ പെയിന്റ്സ് പോസിറ്റീവ്, സെയിൽസ് വോള്യൂം ഗ്രോത്ത്. ശരിയാണ്. പിന്നെ L&T പോസിറ്റീവ്, ഓർഡർ ബുക്ക് ഓപ്റ്റിമിസം. അതെ, ഇവയെല്ലാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത സെക്ടർ ട്രെൻഡുകളുമായി ഒത്തുപോകുന്നുണ്ട്. ഓരോ സ്റ്റോക്കും അതിന്റെ സെക്ടറിനെ ഒരു തരത്തിൽ പ്രതിനിധീകരിക്കുന്നു. HDFC ICICI ബാങ്കിനെയും TCS ITയെയും മാരുതിയും ഏഷ്യൻ പെയിന്റ്സും കൺസ്യൂമർ ഡിമാൻഡിനെയും. ടാറ്റ സ്റ്റീൽ മെറ്റൽസിനെയും L&T ഇൻഫ്രയെയും. ഇവയുടെ മൂവ്മെന്റ്സ് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ട്രേഡ് സെറ്റപ്പ് എങ്ങനെ നമുക്ക് ചുരുക്കി പറയാം? ഒരു ചെറിയ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് സാധ്യതയുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് അതാണ്. ബാങ്കുകളാണ് നയിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ 26,000 ടെസ്റ്റ് ചെയ്തേക്കാം. സാധ്യതയുണ്ട്. പക്ഷേ ആ റെസിസ്റ്റൻസ് ലെവൽ 25,980, 26,050 അതൊരു കടമ്പയാണ്. താഴെ സപ്പോർട്ട് 25,880, 25,820. അതെ. ഇതിനിടയിൽ മാർക്കറ്റ് ചാഞ്ചാൻ സാധ്യതയുണ്ടോ? വിക്സ് ലെവൽ എന്താണ് പറയുന്നത്? ആഹാ, അതൊരു പ്രധാന പോയിന്റാണ്. വിക്സ്, അതായത് വോളാറ്റിലിറ്റി ഇൻഡെക്സ്, കുറച്ചുയർന്നു നിൽക്കുന്നു എന്നാണ് ഡാറ്റ പറയുന്നത്. അതിനർത്ഥം മാർക്കറ്റിൽ ചാഞ്ചാട്ടം കൂടുതലായിരിക്കും. വിലയിൽ പെട്ടെന്നുള്ള കയറ്റിറക്കങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ ഒരു സ്മൂത്ത് റൈഡ് പ്രതീക്ഷിക്കണ്ട. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഫിറ്റ് ബുക്കിംഗിന്റെ സാധ്യതയും ഈ ഉയർന്ന വിക്സും കൂട്ടി വായിക്കണം. മുകളിലേക്ക് പോയാലും താഴേക്ക് വന്നാലും ഒരുപാട് വോളാറ്റിലിറ്റിയോടെ ആയിരിക്കാം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ പ്രധാനമാണല്ലേ? വളരെ പ്രധാനം. റിസ്ക് മാനേജ്മെന്റ് ഇന്ന് നിർബന്ധമാണ്. ശരി. അപ്പോൾ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു നേരിയ പോസിറ്റീവ് തുടക്കം പ്രതീക്ഷിക്കാം. ബാങ്കുകൾ, കൺസ്യൂമർ, ഓട്ടോ എന്നിവ സപ്പോർട്ട് ചെയ്തേക്കാം. IT ദുർബലമായി തുടരാനും മെറ്റൽസ് മിക്സ്ഡ് ആയിരിക്കാനും സാധ്യത. ഉയർന്ന വിക്സ് കാരണം ചാഞ്ചാട്ടം കൂടുതലായിരിക്കും. പ്രധാന ലെവലുകളും സ്റ്റോക്കുകളും ഓർമ്മിക്കുക. ഈ ദിവസത്തെ അനാലിസിസ് കഴിഞ്ഞു. പക്ഷെ ഈ ഡേറ്റ നിങ്ങൾക്കായി ഒരു വലിയ ചിന്ത തരുന്നുണ്ട്. എന്താണത്? നമ്മൾ ഇന്നു കണ്ടില്ലേ, ഗ്ലോബൽ എക്കോണമിയുമായി കൂടുതൽ ബന്ധമുള്ള IT, മെറ്റൽസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുമ്പോൾ ഡൊമസ്റ്റിക് ഡിമാൻഡിൽ ഫോക്കസ് ചെയ്യുന്ന ബാങ്കിംഗ്, കൺസ്യൂമർ, ഓട്ടോ, ഇൻഫ്ര ഒക്കെ പിടിച്ചു നിൽക്കുന്നു. അതെ. ഇത് ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു പുതിയ സ്വഭാവമാണോ? അതായത് ഗ്ലോബൽ തലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും
നമ്മുടെ ആഭ്യന്തര ശക്തി മാർക്കറ്റിനെ താങ്ങി നിർത്തുമോ? ഒരു ഡീകപ്ലിംഗ് സാധ്യത. ഒരു പരിധിവരെ. അതോ ഇതൊരു താൽക്കാലിക മാറ്റം മാത്രമാണോ? ഈ 2 സ്പീഡ് മാർക്കറ്റ് എന്ന സാധ്യതയെക്കുറിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഈ ഡേറ്റയുടെ വെളിച്ചത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും. വരും ആഴ്ചകളിൽ ഇതെങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് ശ്രദ്ധിക്കാം. അതൊരു നല്ല ചിന്തയാണ്. ആ ഒരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ വിലയിരുത്തൽ ഇവിടെ അവസാനിപ്പിക്കാം. ഈ വിവരങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ മാർക്കറ്റ് ഇടപെടലുകൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു.